പ്രത്യക്ഷത്തിൽ ഡാൻഡ്രഫ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് ഡ്രൈ സ്കാൽപ്പ്. അതായത് സ്കാൽപ്പിലെ ഡ്രൈനെസ് വന്നിട്ട് അവിടുത്തെ സ്കിൻ ഓവർ എക്സ്പോളേറ്റ് സംഭവിച്ചിട്ട് തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെ പൊടി പോലെ തന്നെ പറക്കുന്ന തരത്തിലുള്ള താരനാണെന്ന് ചിലർ വിചാരിക്കും. പക്ഷേ താരനായിരിക്കില്ല, ഡ്രൈ സ്കാൽപ്പായിരിക്കും. ഡ്രൈ ആയിട്ടുള്ള താരനുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഡ്രൈ സ്കാൽപ്പാണ് കൂടുതൽ ആളുകളും താരനായിട്ട് തെറ്റിദ്ധരിച്ചിട്ട് മാനേജ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു വാങ്ങിച്ചിട്ട് ഡെയിലി യൂസ് ചെയ്യും താരം മാറാനായിട്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? സ്കാൽപ്പ് കൂടുതൽ ഡ്രൈ ആവും, ഡ്രൈനെസ് കൂടും. ഷാമ്പു ഉപയോഗിക്കുമ്പോൾ ഒന്ന് കുറയും, ഒന്ന് ക്ലൻസിങ് നടക്കുന്നതുകൊണ്ട് ഒന്ന് ഡാൻഡ്രഫ് കുറയും, നിർത്തി കഴിഞ്ഞാൽ നന്നായിട്ട് തിരിച്ചു വരും. അങ്ങനെയാണ് ഉണ്ടാവുക. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? സ്കാൽപ്പിന് നറിഷ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്, അതിന് മോയ്സ്ചറൈസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? റെഗുലറായിട്ട് ഒരു നറിഷിംഗ് ആയിട്ടുള്ള ഒരു ഓയിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് മൈൽഡ് മസാജ് ചെയ്യുക. എന്നിട്ട് വീക്കിലി 1-2 തവണ മൈൽഡായിട്ടുള്ള ഒരു നറിഷിംഗ് ഷാമ്പു ഉപയോഗിച്ചിട്ട് സ്കാൽപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓയിൽ റെഗുലറായിട്ട് യൂസ് ചെയ്തിട്ടില്ലെങ്കിലും സ്കാൽപ്പിന് നറിഷ്മെൻറ്റ് കൊടുക്കുന്ന രീതിയിൽ വീക്കിലി 1-2 തവണയെങ്കിലും ഒരു ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ ഷാമ്പൂസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഡ്രൈ സ്കാൽപ്പുള്ളവർ ഹാർഷായിട്ടുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്കാൽപ്പിനെ ഡ്രൈ ആക്കുന്ന തരത്തിലുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യരുത്. വളരെ മൈൽഡായിട്ടുള്ള നറിഷിംഗ് ആയിട്ടുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യാം.